ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ആശുപത്രിയിലെത്തിയത്. 3 ആഴ്ച ആശുപത്രിയിൽ കഴിയേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ശുചിമുറിയിൽ പോകുമ്പോൾ ഈ അപകടമുണ്ടായത്. നവമി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നവമിയെ എന്നറിയുന്നു. എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, അല്പസമയം മുമ്പാണ് ബിന്ദുവിന്റെ മകൾ നവമിയെ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തലയോലപ്പറമ്പിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ന്യൂറോ സംബന്ധിയായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. ഉടനെ തന്നെ സർജറി വേണമെന്ന് ആവശ്യപ്പെടുകയും നിലവിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ വലിയ ഒരു ദാരുണമായ സംഭവം നടക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മകൾ നവമിയോടൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബിന്ദു കുളിക്കുന്നതിന് വേണ്ടി ആയിരുന്നു ശുചിമുറിയിലേക്ക് പോയത്. തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിക്കുകയും തുടർന്ന് ബിന്ദുവിനെ കാണാനില്ല, അമ്മയെ കാണാനില്ലെന്ന് മകൾ നിരന്തരം പരാതിപ്പെട്ടിരുന്നു. നവമി ഇത്തരത്തിൽ അമ്മയെ ഈ അപകടത്തിന് ശേഷം അമ്മയെ കാണുന്നില്ല എന്ന് ബന്ധുക്കളോടക്കം പറയുന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തകരെ ഇത്തരത്തിൽ ബിന്ദു എന്ന സ്ത്രീയെ കാണാനില്ലെന്നും അവിടെ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കേണ്ടതുണ്ടെന്നും ഒക്കെ തന്നെ അധികൃതർ അറിയിക്കുന്നത്. ഇത്തരത്തിൽ ബന്ധുക്കളെത്തി പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് ബിന്ദുവിൻ്റെ ശരീരഭാഗം കണ്ടെത്തുകയും തുടർന്ന് കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുകയുമായിരുന്നു ചെയ്തിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ ഭർത്താവും ബന്ധുക്കളോടൊപ്പം ബിന്ദുവും മകളും ആശുപത്രിയിൽ എത്തിക്കുന്നത്. മകൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്, 3-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അതിനിടെയാണ് ബിന്ദുവിൻ്റെ മകളായ നവമിക്ക് ഇത്തരത്തിൽ ന്യൂറോ സംബന്ധിയായ ഒരു രോഗമുണ്ടാകുകയും 3 ആഴ്ചയിലേറെ ചികിത്സ വേണമെന്നും പറയുകയും തുടർന്ന് ഒരു സർജറിയും ഒക്കെ തന്നെ വേണ്ടതായിരുന്നു. ഇതിനു വേണ്ടിയാണ് ഇവർ ഇവിടെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് അതിദാരുണമായ ഒരു സംഭവം സംഭവിക്കുന്നത്. കൂടാതെ തന്നെ തലയോലപ്പറമ്പിലെ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലി നോക്കിയാണ് ഇത്തരത്തിൽ ബിന്ദു ഈ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. മക്കളുടെ പഠന ആവശ്യങ്ങളൊക്കെ തന്നെ ഭർത്താവ് വിസ്തൃതൻ, നിലവിൽ കൂലിപ്പണിക്കാരനായതുകൊണ്ട് തന്നെ ഒരു സ്ഥിര വരുമാനമില്ലാത്ത ഒരു ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി തന്നെ ഇത്തരത്തിലൊരു ടെക്സ്റ്റൈൽസിൽ ജോലി നോക്കിക്കൊണ്ടാണ് ബിന്ദു ഇരുന്നത്. ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ മകളുടെ ചികിത്സാ ചെലവ് അടക്കം ഇത് ഏത് രീതിയിലാകുമെന്ന് തന്നെ അറിയില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹം ഇന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക്, തലയോലപ്പറമ്പിലുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റും. സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുന്നത്. ഏതായാലും മക്കളെയും ബന്ധുക്കളും എല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ തലയോലപ്പറമ്പിലുള്ള വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, ഇപ്പോൾ ബിന്ദുവിൻ്റെ മകൾ നവമിയെ തലയോലപ്പറമ്പിലെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളാണ് സൂര്യശ്രീ നൽകിയത്. മകൾ നവമി ആന്ധ്രയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അമ്മ കുളിക്കാൻ പോയി, ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതിരുന്ന് ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. കിട്ടാതിരുന്നപ്പോഴാണ് നവമി ആശങ്കപ്പെട്ടതും പിന്നീട് ആളുകളോട് പറഞ്ഞതും പിന്നീട് അന്വേഷണം നടന്നതുമൊക്കെ. അതിനുശേഷം ഈ തകർന്ന കെട്ടിടങ്ങൾക്ക് അടിയിൽ നിന്ന് ഈ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയായിരുന്നു. നവമിക്ക് ന്യൂറോ സംബന്ധിയായ അസുഖങ്ങളെ തുടർന്ന് ശസ്ത്രക്രിയ വേണ്ടി വന്നു. അതിനുവേണ്ടിയാണ് അച്ഛനും അമ്മയും ഒപ്പമുണ്ടായിരുന്നത്. അതിൽ ബിന്ദു ഇന്ന് ഈ അപകടത്തിൽ മരിച്ച സാഹചര്യത്തിൽ അവരുടെ വീടിന് അത് പൂർണ്ണമായും ആ വീടിന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വേദനയിൽ നിൽക്കുകയാണ്. അതിൻ്റെ വിവരങ്ങളായിരുന്നു നമ്മൾ പങ്കുവച്ചത്.